സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിൽ നിന്ന് സുബഹിന്റെ വാങ്ക് കേൾക്കുമ്പോ ഭാര്യ എഴുന്നേൽക്കും, ഭർത്താവിനെ തട്ടി ഉണർത്തിയിട്ട് സുബഹി നമസ്കരിപ്പിക്കാൻ പള്ളിയിൽ പറഞ്ഞു. അങ്ങനത്തെ ഒരു പെണ്ണ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. അതാണ് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി. ഒരു പുരുഷൻ അല്ലാഹു കരുണ ചെയ്യട്ടെ, ഒരു പുരുഷൻ അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ആരാ ദുആ ചെയ്തത്? മാഹിമന്നാനി അല്ല, ഹബീബായ നബിതങ്ങൾ. ആമീൻ പറഞ്ഞത് ആരാ? കൂടനാട് വന്നിരിക്കുന്ന നിങ്ങളല്ല, സ്വഹാബത്ത്. ഉറപ്പായിട്ടും ദുആയും സ്വീകരിക്കും, ആമീനും സ്വീകരിക്കും. ആ പുരുഷൻ ചെയ്യേണ്ട പണി എന്തെന്നറിയോ? രാവിലെ സുബഹിന്റെ ബാങ്ക് കേട്ടു, വീട്ടിൽ എഴുന്നേറ്റു, ഒതുവെടുത്തു, പള്ളിയിൽ വരാൻ. ഒതുവെടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യ നല്ല ഉറക്കത്തിലാണ്. പാവപ്പെട്ടവൻ എത്ര പണി ചെയ്തിട്ട് കിടന്നുറങ്ങുന്നു, പാവം, നല്ല ഉറക്കം. ആ സമയത്ത് നിന്റെ മുഖത്തിരിക്കുന്ന ഒതുവെടുത്ത വെള്ളത്തുള്ളികളുണ്ടല്ലോ, വെള്ളം, അത് നിന്റെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഭാര്യയുടെ മുഖത്ത് കുടഞ്ഞു കൊടുത്തിട്ട് അവളെ എഴുന്നേൽപ്പിച്ച് സുബഹി നമസ്കരിപ്പിക്കുന്ന ഭർത്താവാണെങ്കിൽ നിനക്ക് അല്ലാഹു കരുണയും ചെയ്യും, സ്വർഗവും തരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണിന് അല്ലാഹു കരുണ ചെയ്യട്ടെ, അവൾക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ആരാ ദുആ ചെയ്യുന്നത് സഹോദരിമാരെ? മാഹിമന്നാനിയല്ല, തഖാബി ഉസ്താദും അല്ല, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ദുആ ചെയ്തു, ആമീനും പറഞ്ഞു. ആ പെണ്ണ് ചെയ്യേണ്ട പണി എന്തെന്നറിയോ? രാവിലെ സുബഹിന്റെ വാങ്ക് കേട്ടപ്പോ നീ എഴുന്നേറ്റു, അപ്പോഴും മച്ച നല്ല ഉറക്കമാണ്, ഭയങ്കര കാണുന്നില്ല. മച്ചാൻ അടുക്കല ചെന്നിട്ട് ഒരു പ്രാവശ്യം വിളിച്ചു, എഴുന്നേക്കുന്നില്ല. 2 പ്രാവശ്യം വിളിച്ചു, എഴുന്നേക്കുന്നില്ല. 3 പ്രാവശ്യം വിളിച്ചു, എഴുന്നേക്കുന്നില്ല. അല്ലെങ്കിൽ 3 പ്രാവശ്യം വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. പിന്നെ നീ ചെയ്യേണ്ട പണി എന്തെന്നറിയോ? അടുക്കളയിൽ പോകണം, ഒരു പാത്രം എടുക്കണം, ആ പാത്രത്തിന്റെ അകത്ത് കുറച്ച് വെള്ളം എടുക്കണം, എന്നിട്ട് നേരെ വന്നിട്ട് ഭർത്താവിന്റെ മുഖത്ത് ഒഴിച്ചു കൊടുക്കണം. നാളെ ഒന്ന് ഉറങ്ങണ കാണുന്നുണ്ട്. എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയും കിട്ടണം, സ്വഹാബത്തിന്റെ ആമീനും കിട്ടണം. വലിയ കാര്യത്തിന് നാളെ മച്ച സുബഹിന്റെ വാങ്ക് കേൾക്കുമ്പോൾ നല്ല ഉറക്കം. 1 പ്രാവശ്യം വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു, 3 പ്രാവശ്യം വിളിച്ചിട്ട് അണി എഴുന്നേക്കുന്നില്ല. പിന്നെ ചെയ്യുന്ന പണിയെന്നറിയോ? ഉസ്താദ് പറഞ്ഞല്ലേ, പോവാ, നേരെ പോയി പാത്രം എടുക്കും, വെള്ളം എടുക്കും, നേരെ കൊണ്ടുവന്ന് മച്ചാടെ മുഖത്തൊഴിക്കും. ഒഴിക്കുന്ന മാത്രമേ ആവുമ്പോഴാണോ പിന്നെ എന്താണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു ദിവസം നിങ്ങളത് പരിശ്രമിച്ചു നോക്കിയേ, 2 ദിവസം പരിശ്രമിച്ചു നോക്കിയേ, 3 ദിവസം പരിശ്രമിച്ചു നോക്കിയേ, 4ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഭർത്താവ് സുബഹി നമസ്കരിക്കാൻ കൂടനാട് പള്ളിയിൽ വന്നാൽ ഉറപ്പിച്ചോ, അല്ലാഹുവിന്റെ കരുണയും സ്വർഗവും നിനക്ക് നിർബന്ധമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആലോചിച്ചോക്കെ, ഭർത്താവിന് നിസ്കാരമുണ്ട്, ഭാര്യയ്ക്ക് നിസ്കാരമുണ്ട്, മക്കൾക്ക് നിസ്കാരമുണ്ട്, ഈ കുടുംബത്തിന്